രാവിലെ മുതൽ ഗൈസ് നന്ദുവളിയനുമായിട്ട് കല്യാണത്തിന്റെ തിരക്കുകളായിട്ട് കേറ്ററിംഗ് അതും ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഓടായിരുന്നു. അപ്പോ എനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു മോഹന വാഗ്ദാനം വന്ന സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്ത് നമ്മൾ കൂടെ അടിച്ചു പൊളിക്കാൻ കുറച്ച് യുവത്വങ്ങൾ വരുന്നെന്ന്. രാവിലെ എത്തുമെന്ന് പറഞ്ഞ യുവത്വങ്ങൾ പാതിരാത്രി 7-8 മണിയായപ്പോ കയറി വന്നേക്കായിരുന്നു. കണ്ണംബ്രോ വാർദ്ധക്യൊന്നുമില്ല, ഇതിലുള്ള ഏറ്റവും യൂത്ത് എന്റെ കണ്ണംബ്രോ ആണ്. നീ എന്തിനാ തല വിളിക്കുന്നത്? കപ്പിൾ ഡാൻസ് അല്ലേ? അവളെവിടെ അമ്മു? അവള് വണ്ടി കിട്ടിട്ട് ഹാപ്പി ആയ? സെറ്റ് അല്ലേ? അടിപൊളി. സന്ദീപേ പോണ്ടേന്ന് എറണാകുളം വഴി അമ്മ പറക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സ്കൂട്ടിയില്ലേ? ഏത് വണ്ടി വെച്ചാലും കൊടുത്ത ആക്സസ് 125 ഇഷ്ടപ്പെട്ടല്ലേ അവക്ക്? കരഞ്ഞു മെഴുകണുണ്ടല്ലോടാ. ഞാൻ ഉറപ്പാണ് പറഞ്ഞു കരയുന്നല്ലേ? അല്ലയാ, വെൽക്കം ടു മൈ ഹംബിൾ ഹോം. എങ്ങനെയുണ്ട്? പുതിയ അപ്ഡേറ്റ് ഒക്കെ കണ്ട ഇവിടത്തെ? ഞാൻ എല്ലാം അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടില്ല. വാഴവനോ ഇതാക്കാനായിട്ട് എന്തോ സംഭവം ചെയ്ത് വെച്ചേക്കും. വാഴവനോ? വാഴവന ആസ്വദിക്കാനായിട്ട് ഞങ്ങളൊക്കെ കല്യാണം കഴിക്കില്ലേ? അവൻ കല്യാണം കഴിക്കില്ല. നീ കഴിഞ്ഞിട്ട് 5 കൊല്ലാടാ. ഞങ്ങളൊക്കെ കല്യാണം കഴിക്കില്ലേ? ചെറുപ്പത്തിൽ നിക്കണെന്നേ ഈ പറഞ്ഞിടക്ക്. നമ്മളിങ്ങനെ കല്യാണം കഴിച്ച് എൻഗേജ് ആവണോണ്ട് പകരം മാമി വാഴയൊക്കെ വെച്ച് ആ പഴയ കുറവുകളൊക്കെ ആപ്പണം ഒരൊറ്റ വാഴയേ ഉള്ളൂ. ഒരു മുതുക്ക് വാഴ. ഇവനും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വാഴയാണ്. വാഴ വെച്ചിട്ടുണ്ട്. വാഴ വെച്ചിട്ടുണ്ട്. കണ്ണംബ്രോ ഇനാമുണ്ട്. സന്ദീപിന് പെണ്ണ് സെറ്റാക്കി, ഐ മീൻ കല്യാണം കഴിക്കാൻ പെണ്ണ് സെറ്റാക്കി കൊടുക്കണ ആൾക്ക് 25,000 രൂപേനെ. അത് മുതലാളിയാണ് തരണം. ഓ അതെ, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. 25,000 രൂപ കിട്ടും. നാളെ തന്നെ മണി തുടങ്ങിയാലോ? പോക്കറ്റ് മണി കുറച്ച് ക്യാഷ് ആവുന്നു. സിനിമ സീരിയൽ രംഗത്തുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന. സിനിമ സീരിയൽ രംഗത്തുള്ള കുട്ടികളെ പറ്റിയ നാടൻ നമ്മളെ ഫാമിലി മനസ്സിലാക്കി നമ്മളെ സാഹചര്യം ചുറ്റുപാടൊക്കെ പിള്ളേരുണ്ട്. ഒരു നാടൻ പെണ്ണിന്റെ പേര് പറഞ്ഞാണ് നീ സീരിയലിലുള്ള? സാന്ത്വനത്തിലേക്ക്. അത് സീരിയലിന്റെ അകത്ത് മാത്രമേ നാടനുള്ളൂ. അല്ല, അവള് നാടൻ മറ്റേ പട്ടുപാവാടയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് അവനായിട്ട് സങ്കല്പിച്ചു നോക്കണം. എന്ത് ചേർച്ച എന്തൊരു ചേലാണ്. ചിരി നോക്കിയാണ് കല്യാണം കഴിഞ്ഞ കണക്കാണ്. എന്റേത് കഴിഞ്ഞ പിന്നെ ഇവന്റേതാണ് നമുക്ക്. എന്റെ കല്യാണം ഒരു മേളമാക്കി ഞങ്ങൾ. നിന്റെ കല്യാണത്തിന് എന്തെങ്കിലും കുറവുണ്ടായി അതൊക്കെ മാറ്റി എന്റെ കല്യാണത്തിന് കുറവൊന്നും വരുത്തരുത് ഗേസ്. നമ്മള് ഓടാൻ സ്ഥലങ്ങൾ ബാക്കിയില്ല. ഓടി 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 നടക്കുകയാണ് കല്യാണത്തിന്. അതെ. അല്ല, കൊഞ്ചു ചേർക്കാനായിട്ട് ഇല്ല, പെണ്ണവിടെ പോയി. അല്ല അല്ല, അത് ഞാൻ പുതിയ സ്ലാങ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നീ നേരെ കടയിൽ പോയിട്ടല്ലേ വരുവുള്ളൂ വർക്കല. ഗൈസ്, നമ്മൾ ഇന്ന് വർക്കലയിൽ ഒരു ചെറിയ ഒത്തുകൂടലിന് പോവുകയാണ്. അനന്തു അവന്റെ സീരിയലിന്റെ ലാസ്റ്റ് ഷൂട്ടിലെങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പോ നമ്മൾ എല്ലാരും കൂടെ ടീം കയറുന്നത് വർക്കലയിൽ പോയി കടൽ തീരത്തിലെ തിരമാലകളൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്യും. കാലങ്ങൾക്ക് ശേഷം ശരണ്യ വീട്ടിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കും. അതെ അതെ അതെ. നല്ല മാറ്റം ഉണ്ടല്ലോ. എടി എങ്ങനെയുണ്ട് ഒരു ഫ്രണ്ടിലത്തെ സെറ്റപ്പ്? നല്ല വ്യത്യാസം. ചെടി വന്നല്ല, മറ്റേ പോർച്ച് എങ്ങനെയുണ്ട് സെറ്റപ്പ്? ചില്ലിങ് ഏരിയ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് പ്രത്യേകിച്ച് വാഴയും കുറച്ച് ചേമ്പൊക്കെ കാണാം. പച്ചപ്പ് ഹരിതാപേ. എടി ഗോസ്റ്റാപ്പി, ഗോസ്റ്റാപ്പി. വാഴയും ചേമ്പ് മാത്രമല്ല, കാന്താരി, ചീര, അത് തന്നെ. അവളും കൂടെ വന്നിട്ട് ഇവിടെ ഫുൾ ഓൺ ഫുൾ ഗാർഡനിങ് ആയിരിക്കും. ചേഞ്ചുകളൊക്കെ വന്നാൽ ബാത്റൂം ഉണ്ട് അടി അകത്ത്. ഞാൻ പറയരുത്, നമ്മൾ എന്തിനാണ് വർക്കല പോകുന്നത്? വെറുതെ ചില്ലിയെ മറ്റന്നാ വരെ ഇനി എന്തായാലും. നീ ഇപ്പൊ വർക്കല കാണാൻ പോലും നേരം നോക്കിയേ. അച്ഛാ അമ്മ, ഞങ്ങളൊന്ന് വർക്കലയിലോട്ട് പോവാം. എന്നിട്ട് ഞാൻ വെളുപ്പിനെ വരാം. എനിക്ക് വർക്കൗട്ട് ഉള്ളതുകൊണ്ട് നാളെ രാവിലെ വർക്കൗട്ട് ഉണ്ടടി. അവിടെ ചെയ്തൂടാ? വേണ്ട സാധനം എടുക്ക്. അല്ല, അവൻ വീട്ടിലോട്ട് വരികയാണ് നാളെ. അച്ചു രാവിലെ എഴുന്നേറ്റ് വന്നോളാം, കുഴപ്പമില്ല. വരാൻ വേണ്ടി പോണ പോലെ ഉണ്ടല്ലോ. അല്ല, പോയി ഒരു മണിയാകുമ്പോ വന്നാൽ മതി. എനിക്ക് അല്ല, 1 മണിയാകുമ്പോ ഉറങ്ങിയിട്ട് 5 മണിക്ക് വന്നാൽ മതി. തമ്പുരാൻ അറിയാം. നടത്താച്ചാ, നമുക്ക് നടത്താം. അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് പറയാം, നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക്. അതാണ് നല്ലതല്ലേ? എന്നാ അങ്ങനെ ചെയ്യാം. ടയർഡായി പോകും, അതായിരിക്കും നല്ലതല്ലേ അമ്മ? എടി നീ എന്താടി കുരിപ്പേ? ചിക്കനും എടുത്തിട്ട് നമുക്ക് അത് പോവാം, നല്ലതായിരിക്കും. ഫുഡ് വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം.
ഇന്നലെ വർഷം കൊണ്ട് പോയിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെടുവല്ല പറയണ്ട, ഫേവറേറ്റ്. അതെ, KFC-യെക്കാളും കിടിലൻ ചിക്കൻ ആണല്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല, ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഒരു ദിവസം ചേട്ടന്റെ കോഴി അടിപൊളി കോഴി. ചേട്ടന്റെ കോഴി ഈ വീടിന്റെ ഐശ്വര്യം. എനിക്ക് ചില കസ്റ്റമർ എനിക്ക് ഓർഡർ അയക്കണേ, നന്ദു ഒരു വലിയ കോഴി. അപ്പൊ ഞാൻ ഈ ഉറക്കത്തിൽ നന്ദു ഒരു വലിയ കോഴി, നന്ദു ഒരു വലിയ കോഴി. അപ്പൊ ഞാൻ മാമിയോട് പറഞ്ഞു, ഞാൻ കേൾക്കുമ്പോ ഞാനൊരു വലിയ കോഴി. എടി ഇന്നലെ തുടര് സിനിമ കാണാൻ പോയെ, ഞാൻ നോക്കിയപ്പോഴേ ഒരുത്ത സൈഡിൽ ഇരുന്നിട്ട് 16 കോഴി വിറ്റോണ്ടിരിക്കുന്നു. എടുത്ത് പറയണ കേട്ടോ, ഇവിടെ പടം കാണടാ, പടം കാണാനല്ലേ ഇവിടെ വന്നേന്ന്. ഞാൻ കുറെ നേരം എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും വരട്ടെ ഫോണോടെ മാറ്റി, ഫോണോടെ മാറ്റി വെച്ച് തിരിഞ്ഞിരുന്നപ്പോ വേറൊരു ഇപ്പുറത്ത് നിന്നിട്ട് കുത്തണ, നാളെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് സെറ്റ് ചെയ്തോണ്ടിരുന്നേടി. എല്ലാം ഈ പടം ആകുമ്പോഴത്തേക്ക് എല്ലാരും സിനിമയെന്നും പറഞ്ഞു പോയിരിക്കും, ആർക്കും മനസ്സമാധാനം. നമ്മളെല്ലാം വർക്കിംഗ് ഇൻഡിവിജ്വൽസ് അല്ലേ? മുണ്ട് കൊടുത്തോണ്ട് വരുമ്പോഴേ ഈ പട്ടിയുടെ അടുത്ത് നിൽക്കണതൊക്കെ പേടിക്കണം. മുണ്ടൊക്കെ മുണ്ട് കൊടുത്ത് നല്ല ഭംഗിയില്ലേടി. എടാ നീ ഇത് സ്ഥിരമാക്കടാ നന്ദു. ഈ വെള്ള ഷർട്ട് മാറ്റാൻ പറഞ്ഞേട്ടാ 2-3 ഇവിടെ പോയാലും വെള്ളമുണ്ടേടി, വെള്ളമുണ്ടും ബ്ലാക്ക് ഷർട്ട്. എടാ ഇത് നീ സ്ഥിരമാക്കുക കേട്ടോടാ നന്ദു, പൊളിക്ക് വന്ന. ഇടയ്ക്ക് കാണുമ്പോ ഒരു രസമുണ്ടടാ, എപ്പോഴും കണ്ടതൊരു. എടാ അവൾ ഈ ട്രഡീഷണൽ വിരോധിയാണ്. നല്ല മുണ്ട് ഷർട്ടോടെ ചെക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെ പറ. മുണ്ട് പ്രൊമോട്ട് ചെയ്യണം. അതെ അതെ. എടാ ഈ മുണ്ട് മടക്കി കൊടുക്കുന്ന മലയാളി മാത്രമേ ഉള്ളൂ. നീ ആലോചിക്കാൻ, നീ മലേഷ്യയിലെ പോട്ടെ, തായ്ലൻഡിൽ കൂടെ പോയി തെലുങ്കന്മാരും തമിഴന്മാരും മടക്കി ഇങ്ങനെ മടക്കി കൊടുക്കും. ഇല്ലല്ലേ? അവരുടെ മുണ്ട് ഇങ്ങനെ മടക്കാൻ പറ്റില്ല. ഇല്ല, മടക്കൂല. മലയാളികൾ തന്നെ വേണം. തമിഴന്മാരുടെ മുണ്ട് ഇങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ മടക്കാൻ പറ്റില്ല. എങ്ങനെയാടി? എങ്ങനെയാടാ? അടി കൂടെ മടക്കൂടാ. ആ തട്ടുകൊടുക്കണം. നമ്മളിവിടെ മറ്റേ എന്താടി എന്റെ അച്ഛമ്മ കൊണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു ഉസ്ബെക്കിസ്ഥാനിലൊക്കെ പോയിട്ട് മണ്ണ് മടക്കി കൊടുത്തു കഴിഞ്ഞാലും ദൂരെ നാളെ നോക്കുമ്പോഴത്തേക്കും പറയാം ഇത് മലയാളി, നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. നോക്കി മനസ്സിലാക്കുമല്ലോ നമ്മള്. ഇന്ന് പക്ഷേ എടാ വർക്കലേ പോയി കഴിഞ്ഞാലേ നമുക്ക് അവിടുത്തെ സീനറിയൊക്കെ കാണാൻ പറ്റുമോ? രാത്രി നല്ല നൈറ്റ് വൈബ് ആണ് വർക്കല. ആണല്ലേ? ആ നൈറ്റ് ഓൺ ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേസ് വർക്കല. അതാരടാ? നമ്മള് പോയിട്ടുണ്ടല്ലോ രാത്രി 1 മണിക്ക്. ആ നമ്മള് പോയിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചല്ലേടാ നീ? ഇവൻ പഴയ കഥകളൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നു കേസ്. എന്തുവാടി? അമ്മ അത് ജർമ്മൻ ഷെപ്പേർഡ് അല്ല, അതൊരു സിംഹമാണ്, സിംഹം. ഒരു സ്നേഹം കണ്ട, അത് വന്ന് കക്ഷത്തൂടെ നുഴഞ്ഞു കയറി അത് അവിടെ ഇരുന്നോളും. ഓ അത് കൊരയമ്മ, ആ ഏരിയ എടുക്കാൻ പറ്റൂല. എവളിപ്പോ അവിടെ ചെന്നിട്ടുണ്ടല്ലമ്മ, എല്ലാരെയും പോക്കറ്റ് വെച്ച് ആക്കി വെച്ചേക്കാണ്. സത്യമല്ലേ? നല്ല കാര്യമല്ലേ? അവിടെ ഉള്ള എല്ലാവർക്കും ഇവളെ ഭയങ്കര സ്നേഹം. ഇവളെ അമ്മ അടുക്കളയിൽ പോലും കയറ്റൂല, അങ്ങനെ നടത്തുകയാണ്. എനിക്കല്ലേ ഉണ്ടാക്കിയ സാധനം ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. പകരം ഇങ്ങനെ വെറൈറ്റി യൂട്യൂബിലൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പരീക്ഷണ വസ്തു അനന്തും അമ്മയും. പാവം ചോറും മീൻകറിയും കഴിച്ചോണ്ടിരുന്ന അമ്മ ഇപ്പൊ അൽഫാമും മന്തിയാണ് കഴിക്കുന്നത്. കണ്ടാ? അമ്മക്കിപ്പോ ഏകദേശം ഒരു 70 എനിക്കറിയില്ല. അച്ഛനെക്കാളും പ്രായം ഉണ്ടോ തോന്നല്ലേ? എന്റെ അച്ഛനെ കാട്ടി. അച്ഛന് 64 വയസ്സാണ്. അപ്പൊ അമ്മക്ക് അത്ര ഉണ്ടാവും. ഒരു 60 കഴിഞ്ഞിട്ടുണ്ട്. 60 എനിക്കറിയില്ല, ചോദിച്ചിട്ട് 4 മാസമായിട്ടുള്ളൂ. കഴിവതും ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. പിന്നെ ഇപ്പൊ ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്ന ടൈമാണ് ഇപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മസാല ദോശ കൊണ്ടൊന്നും ചേട്ടൻ കൊടുത്തപ്പോ എനിക്ക് അൽഫാം മതിയായിരുന്നു. ഇഷ്ടപ്പെട്ടു ഇപ്പൊ എല്ലാം. പിന്നെ ഇവൾ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകും, ഫുഡൊക്കെ മേടിച്ചോടും, കറങ്ങി കിടക്കും, സൂപ്പർ മാർക്കറ്റിൽ പോകും ഞങ്ങള്. അതെ, ഇതൊക്കെ ചെയ്ത് ഇവള് ബാക്കി പണികളെന്നൊക്കെ ഊരും. എനിക്കില്ല ക്ലീനിങ് ഇഷ്ടം, ഇങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇവള് പണിയെടുക്കല്ലേ അമ്മ? ഇരുട്ടവളൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കണക്കിന് ഇവളും വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ അങ്ങ് പൊക്കോളും. സഹായിച്ചാലേ പറ്റുള്ളൂ. അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്റെ വീട്ടില് വർക്ക് ചെയ്യാൻ വേണ്ടി. പോയി കഴിഞ്ഞാൽ അമ്മ വിളിക്കത്തും കൂടി ഇല്ല, ചെയ്തിട്ട് വന്നാ മതി എന്ന് പറയാം. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടില് പോണ ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് മോളെ വയ്യ വന്നാ മതി എന്ന് പറയും. മഹാലക്ഷ്മി ആയിട്ട് കയറി വന്നു എന്നാണ് പറയണത്.
നന്നായിരിക്കട്ടെ, അത് തന്നെ അങ്ങനെ ഇരിക്കട്ടെ. ഇവിടത്തെ മഹാലക്ഷ്മി ജൂലൈയിൽ കയറി വരും. വരട്ടെ വരട്ടെ. ചേച്ചി വന്നാ നിനക്ക് പുതിയ വർഷ ചേച്ചി വരും, കുഞ്ഞിന്റെ വർഷ ചേച്ചി വരും ഇപ്പൊ 2 മാസം കഴിഞ്ഞ്. ഇതുപോലെ ഓമനിക്കുന്നില്ലേ, അതുപോലെ അവള് ഓമനിക്കും. ഇവിടെ ഇങ്ങനെ ഇതാണ് ഇതിന്റെ സ്പോട്ട്. പാഴാക്കിയില്ല, മടി കയറി ഇരുന്ന് കണ്ടില്ലല്ലോ ലഡ്ഡു വന്നേ. രണ്ടെണ്ണം കൂടെ പിന്നെ വഴക്കാവും. 2 കണക്കാടി. എന്നാ പിന്നെ നമുക്ക് പതുക്കെ വർക്കലോട്ട് ചരിച്ചാലാ. അച്ഛാ, അപ്പൊ വർക്കലോട്ട് പോയിട്ട് വരാം. ഗുഡ് നൈറ്റ്, ടാറ്റ. ഒരു കാര്യം ചെയ്യണം, പിന്നെ അച്ഛനെ വിളിച്ച് പറയണം. അച്ഛനെ വിളിച്ച് പറയാം. മറ്റന്നാളത്തേക്ക് ആക്കാൻ പറയാം, മറ്റന്നാൾ രാവിലത്തേക്ക് ആക്കാൻ പറയാം. സെറ്റ്. കാര്യം നിങ്ങളിപ്പോ ഒരു ഇവർ വന്നിട്ടേ ഉടനെ അവിടെ നിന്ന് ഊരിക്കൊണ്ട് വരാന്ന് പറയുമ്പോൾ മോശമാണ്. മോശമല്ല, അത് നടക്കില്ല. ശരി, അത് സെറ്റ് ആക്കാം. ഓക്കെ. പെണ്ണെ എഴിയടി കുരുപ്പേ, എത്ര നേരം വണ്ടി ഇരിക്കണായിരുന്നടാ. നീ എന്തിനു രാവിലെ പോയിട്ട് ഇത്രയും നേരം എടുത്തത്? 6 മണിക്കൂർ എടുത്ത് ഇവിടെ കൂടി. ഞാൻ പറഞ്ഞില്ലേ MC കൂടെ വന്നുകൂടെ ഇരുന്നാ നിനക്ക്. ഞാൻ പറഞ്ഞപ്പോ നിനക്കൊക്കെ മറ്റേ ഇത് മോട വണ്ടി അവന്റെ പിണ്ട കളവിയാ ഇല്ലേ? സത്യം. അതെ, ഇങ്ങനെ വയർ കുഴഞ്ഞിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. എടി അത് NH ഇപ്പൊ പണി നടക്കുന്നോണ്ട് അത് യാത്രായോഗ്യം അല്ലടാ. MC ആണ് എപ്പോഴും ബെസ്റ്റ്. കറങ്ങണമെന്നും പറഞ്ഞിട്ടാടാ കൊണ്ടുവന്നത് കൂടി. MC-യോട് കറങ്ങണമെന്നും പറഞ്ഞിട്ട്. അയ്യോ, അത് അഭിയായിരുന്നാ? കുഞ്ഞു പട്ടിനെ പോലെ. എടാ ഒന്ന് കേൾപ്പിച്ചേടാ, ഒരു സെക്കൻഡ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവർ മനസ്സിലാക്കി അല്ലേ? എന്താ ലാട വൈദ്യൻ അതുണ്ടാ? എടാ കാണിക്കോടാ. ആണാ? അമ്മമാര് പിള്ളേരോട് പറയില്ലേ, മോനെ അത് കാണിച്ചു കൊടുക്ക്, ടെലിസ്കോപ്പിനെ പോലെയാണ്. അത് കാണിക്കില്ല, ആടവൈദ്യനെ കാണിക്കും. മയിലെണ്ണ മാനെണ്ണ. എന്നാ നോക്കട്ടെ, കേൾപ്പിച്ചു തരുവാടാ. സത്യം പറഞ്ഞ വെളിച്ചത്തോട്ട് നല്ലത്. ഓ വാ, ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വന്നാൽ മതി. യെസ്. അടുത്തതായി സുഹൃത്തുക്കളെ നമ്മൾ കാണിക്കുന്നു ലാടവൈദ്യൻ. അച്ഛങ്ങ് വാച്ച. ഒരു സംവിധായകനെ കൊണ്ടാണ് നീ പാടല്ലേ എടുപ്പിക്കുന്നത്. കാട്ടിലെ വിളയാടി നടന്ന മയിലിനെ വലയില്ലമ്മപ്പെടുത്ത് തീനം തിനയും കൊടുത്ത് മാസം നേസം കൊടുത്ത് ഊരെല്ലാം ഉലകെല്ലാം അൻപുക്ക് പിൻപ കണ്ടന്തുണ്ടമായി വെട്ടിപ്പോട്ട ശുദ്ധമായ മയിലെണ്ണ. ഇതിൽ മായമില്ലേ, മന്ത്രമില്ലേ, മായജാലമില്ലേ. മാതളത്തൊലി, ജാതിത്തൊലി, ഉണക്കനെല്ലിക്ക, എടംപൊറി, വലംപൊറി ഇവയെല്ലാം സമസമ ചേർത്ത് മഷി പോലെ ഇറച്ച് വെറ്റില നീതി ചാലിച്ച് ദേഹത്തിന്റെ പല ഭാഗത്ത് പുരട്ടിയാൽ വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ തരിപ്പ്, വാദത്തിന്റെ ചൊരുപ്പ് കൂടാതെ മണ്ടവേന, തൊണ്ടവേന, മൂക്കുവേന, നാക്കുവേന ഇതൊക്കെ എല്ലാം. നീ ഇതിന്റെ സെയിൽസിലായിരുന്നാടാ നേരത്തെ? ജൂനിയർ ജഗദീഷ് ശ്രീകുമാർ. ന്യൂയോർക്ക് ചിക്കന്റെ സെയിൽസ് ടീമിലേക്ക് പറയുന്ന ആളെ കൊണ്ട് നമ്മള് എത്ര ഫ്രാഞ്ചൈസി ചുമ്മാ പറയാ. ന്യൂയോർക്ക് ചിക്കൻ പിന്നെ അവൻ സെയിൽസ് മാനേജർ ആക്കും. ഇവിടെ കൊള്ളാം കേട്ടോ, പൊളിച്ച്. വാ എന്നാ പിന്നെ വർക്കലോട്ട് കളിക്കാം. എടാ കൊടുത്തോടാ, കൊടുത്തോ. അനന്തിന്റെ വീട്ടിൽ ചെല്ലാത്ത അനന്തനോ പറയും, അനന്തു എല്ലാരും വന്നിട്ടുണ്ട്, അനന്ത് ഒന്ന് മയിലിനെ കാണിച്ചു കൊടുത്തേ. മയിലിനെ കാണിച്ചു കൊടുത്ത നീ മുറിയിലേക്ക് പറയാൻ കാണിച്ചു. അത് എന്ത് മയിലടി? മയിലിന്റെ സൗണ്ട് ഉണ്ടാക്കൂടാ, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അമ്മ അച്ഛാ ഞാൻ പോയിട്ട് വരാം, ടാറ്റ. ഞങ്ങൾ വർക്കലയിലേക്ക് പോകട്ടെ സുഹൃത്തുക്കളെ. ബീച്ച് അനന്തരം സന്ദീപ് കൊണ്ടുവരും. ഗൈസ്, നമ്മൾ വിഷ്ണു അളിയന്റെ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കണം. അളിയ സുഖമാണോടാ? അളിയ നിന്റെ അലങ്കി ഉണ്ടോടാ? ആ സാധനം ഡിസ്മാൻഡിൽ ചെയ്യാൻ. ഗൈസ്, ഇവരിവിടെ വന്നതിന് 2-3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്ന് വർക്കലയിൽ ചില്ലടിക്കുക, പിന്നെ എന്തായാലും കണ്ടപ്പോ അനന്തുവിന്റെ വർക്കൗട്ട് എക്യുപ്മെന്റ്സ് ഒരുപാടുണ്ട് അവന്റെ. അപ്പൊ അതെല്ലാം കൂടെ തിരിച്ച് എറണാകുളത്തോടും ഉണ്ടോ, കാരണം അവന്റെ ഇവിടുത്തെ ഷൂട്ട് തീർന്നു. എടി, അനന്തുവിന്റെ ഷൂട്ട് കഴിയുന്ന കാര്യം പറയാവോ? കുഴപ്പമില്ലല്ലോ. അപ്പം അവന്റെ എടി ഇതൊക്കെ ഇവ എറണാകുളത്ത് കൊണ്ടുവന്നാടി. ഓമ്പടോ ആണല്ലേ? അല്ലെ ഇത് അയക്കാനുള്ള ഉണ്ടാടാ? ഓക്കെ, സെറ്റ്. എടി സെറ്റാണ്. എടി ഇതാണ് വിഷ്ണുവിന്റെ വർക്ക്ഷോപ്പ്. അതെ, സെറ്റ് അല്ലേ? എടി ഇത് അഴിഞ്ഞടി. ഇതൊക്കെ വിഷ്ണുവിന് റസ്ക് സാപ്പിടുന്നത് മാതിരി. ഞങ്ങൾ കഴിക്കട്ടെ.
എന്തിനാ അത് അവിടെ ചെന്ന് വെച്ചോളൂല്ലോ. ആ ഓക്കെ. എടാ നീ പറഞ്ഞ വർക്കലേക്ക് ഇവിടുത്തെ പണിയും കഴിഞ്ഞ അങ്ങോട്ട് പോവാ. പണിയൊന്നും തോന്നില്ല. എന്ത് ആണാ സ്നേഹം കണ്ടാടി. അതാണ് ആ തലക്കെട്ടൊരെണ്ണം കൊടുക്കട്ടെ. വേറെന്തോ വണ്ടിക്ക് എന്തോ ഇളക്കാനുള്ള എടാ നീ വർക്കലയിലോട്ട് വാടാ, നന്ദു ഉണ്ട്. ഓ നന്ദുവിനോടെ കയറി വാ. ഈ വർഷം വരും. വരണം, അല്ലെങ്കിൽ സന്ദീപ് വരണുണ്ട്, അവനെ വിളിച്ചാൽ അവന്റെ കൂടെ കയറി. അനന്തു സന്ദീപ് കൂടെ വരണുണ്ട്. വരാൻ നേരത്ത് ആ സമയമാവും സന്ദീപും കൂടെ വരാം. എടാ ആ സമയത്ത് വാടാ, നമുക്ക് അവിടെ കൂടാ. ജനസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ അനന്തു അവന്റെ ഷൂട്ട് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയില്. അല്ല ഇതും കൂടെ ഊരടാ, ഊരണ്ടേ? അവന് ഹരേ കാർത്തിക്ക് ഊരടാ ഊര്. ആ എടി സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കയറ്റാം. ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് ചേട്ടാ വണ്ടി പണിയാൻ കയറൂട്ടാ, വലിയ കാര്യത്തിരിക്കും, തിരിച്ചു കയറ്റാനായിട്ടില്ലേ സ്ക്രൂ ബാക്കിയായിരിക്കും. ഇതൊക്കെ എവിടെ വെക്കണമെന്ന് ആവശ്യമില്ലാത്ത ഇതൊക്കെ പോട്ട് പുല്ല. ആ മതിയടാ, മതി. ഇത് കയറും. ഇത് കയറും, സുഖമായിട്ട് കയറും. ഇത് മതിയാവും. ഇത് രണ്ടുപേരും ഓക്കെ, മിഷൻ അക്കോംപ്ലിഷ്ഡ് ആണ് സുഹൃത്തുക്കളെ. ചാമ്പിക്കോടാ. എടാ ഇതെന്തോ കടയടി, സഞ്ചരിക്കുന്ന ജിം. നല്ല കെട്ടിയോനാ. മനസ്സിലായില്ല, എന്നെ ശ്രദ്ധിക്കാൻ ഇങ്ങനെ നേരമൊന്നുമില്ല. ഇതൊക്കെയാണ് മക്കള് കമ്പല്. ഇതൊക്കെ എത്ര കിലോടാ? ഞാൻ ഒരു 3 കിലോ അച്ചു വർക്കൗട്ട് ചെയ്യുമ്പോ ഒരു 3 കിലോ പൊക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. ഐ മീൻ പ്രോപ്പർ ടെക്നിക്കില് ഇങ്ങനെയൊക്കെ പൊക്കണത്. ഇത് 3 കിലോ ആയിട്ട് ഞാൻ ബെറ്റർ ആവുന്നുണ്ട് കേട്ടോ. മസിലൊക്കെ വന്നു തുടങ്ങിയെന്നൊക്കെ അവൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ എന്താണ് ഞാൻ കാർത്തിയുടെ വ്ളോഗും പിടിച്ചോണ്ട് നിൽക്കുന്നതെന്നുള്ളത്, ക്യാമറ പിടിച്ചോണ്ട് നിൽക്കണേന്നുള്ളത്. വേറൊന്നും അല്ല കേട്ടോ, ദാ കിടക്കുന്ന മുതലില്ലേ, ആ കുഞ്ഞാലെ കിടക്കണ മുതല് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങാനും പടമാവുകയാണെങ്കിൽ നീ ഈ വ്ളോഗ് ഒന്ന് വൈൻഡപ്പ് ചെയ്തേക്കണമെന്ന്. അല്ലേടാ? അത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള്. അതുകൊണ്ടിട്ടാണ് അല്ലേ ചേട്ടാ? അതെ, അതുകൊണ്ട് ഞങ്ങളാണ് ഇന്ന് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണത്. അവന്റെ പോലെ ഭയങ്കര മാസമൊക്കെ കാണിച്ച് ഒച്ചപ്പാടും ബഹളമൊന്നും എടുക്കാൻ നമുക്ക് അറിയില്ല കേട്ടോ. അതെ അറിയില്ല, അത് അവനെ കൊണ്ടേ പറ്റുള്ളൂ. അത് വേറെ കാര്യം. കണ്ടോ ഉറങ്ങണമുണ്ട്, കാണിച്ചിരാട്ടോ. ഇപ്പൊ കാണിച്ചിരാം. വാവോ 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 നോക്കിയടാ, സൂപ്പർമാൻ നോക്കിക്ക്, നീല പാന്റും ചുമന്നതും. അതെ, അപ്പോ ഇത്രയൊക്കെ തന്നെ ആയിരുന്നല്ലേ ഇന്നത്തെ വ്ളോഗ്. അതെ, ബാക്കി അവൻ നാളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയൂട്ടെ, ഞങ്ങൾ എവിടെയാന്നൊക്കെ പറയും അല്ലേ ഏട്ടാ. അപ്പൊ ഇന്നത്തേക്ക് അവൻ കാണിക്കണ സാധനം ബൈ 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 ബൈ.